ഇത് കണ്ടോ, നമ്മുടെ റംബൂട്ടാൻ എല്ലാം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, പറിക്കാൻ പാകമായി കിടക്കുവാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇത് നമ്മൾ കുറേ റംബൂട്ടാൻ പ്ലാന്റുകൾ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിനകത്ത് കാച്ചി കിടക്കുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കളർ മാറി തുടങ്ങി. നമ്മുടെ നാടൻ റംബൂട്ടാനിലൊക്കെ പക്ഷികളുടെ ശല്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തും ചെറിയ വല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അബിയു പ്ലാന്റിനിട്ട വല എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അബിയുവിൻ്റെ സീസൺ അല്ല, അതുകൊണ്ട് നമ്മൾ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ചെറിയ വല മതി. അപ്പോൾ ചെറിയ പഴയ വലകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതെല്ലാം നമ്മുടെ റംബൂട്ടാൻ പ്ലാന്റിൽ ഇട്ടുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്ന കൊമേഴ്സ്യൽ പർപ്പസിലാണ്. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ N18 വെറൈറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യാൻ വേണ്ടി നല്ലത്. മഞ്ഞ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഞ്ഞ നമ്മുടെ വീട്ടിൽ ഒരെണ്ണേ ഉള്ളൂ. അത് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വില കുറവായിരിക്കും. അപ്പോൾ കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യുമ്പോൾ എല്ലാവരും N18 പോലുള്ള വെറൈറ്റികൾ ചെയ്യുക. നല്ല വെറൈറ്റികൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റംബൂട്ടാൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒത്തിരി ആളുകൾ സംശയം ചോദിക്കുന്നതാണ്, ഇതിൻ്റെ പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോവാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് സാഫ് അല്ലെങ്കിൽ ബോഡോ മിക്സ് നമ്മൾ മറ്റുള്ള പ്ലാന്റുകൾക്ക് അടിക്കുന്ന പോലെ തന്നെ ഇതിനും അടിച്ചു കൊടുക്കുന്നുണ്ട്. പൂ ഉണ്ടാകുമ്പോൾ തൊട്ട് നമ്മൾ ഇതിനകത്ത് സാഫ് അല്ലെങ്കിൽ ബോഡോ മിക്സോ മാറി മാറി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസിലൊക്കെ നമ്മളിത് കൃഷി ചെയ്യുമ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം SOP നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. SOP ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ കായ്ക്ക് വലിപ്പമൊക്കെ വെക്കാൻ വേണ്ടി നല്ലതാണ് SOP. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പൂ പിടിക്കുന്നത് വരെ നമ്മൾ ഈ പ്ലാന്റിന്, നമ്മൾ റംബൂട്ടാൻ പ്ലാന്റിന് ഒരു സ്ട്രെസ് കൊടുക്കും. അത്ര നന കൊടുക്കില്ല. പക്ഷെ പൂവൊക്കെ പിടിച്ചതിന് ശേഷം, കായൊക്കെ ചെറുതായിട്ട് വന്നതിന് ശേഷം നന്നായിട്ട് നന കൊടുക്കും. ഇതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് നന വേണം, അല്ലെങ്കിൽ പൂ കൊഴിച്ചിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ കാ കൊഴിച്ചിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നന, ഈ റംബൂട്ടാൻ പ്ലാന്റ് വെച്ചവർ നന നന്നായിട്ട് സൗകര്യമുള്ളവരാണ് കൊമേഴ്സ്യൽ പർപ്പസിൽ റംബൂട്ടാൻ പ്ലാന്റേഷൻ ചെയ്യാമുള്ളൂ. ഇത് കണ്ടോ, ഇതൊക്കെ ഒരു കൊലയിൽ പിടിച്ചിരിക്കുന്നതാണ്. ഒന്നും ആയില്ല, കളറിലേക്കൊന്നും ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഒരു കൊലയൊക്കെ നോക്കിക്കേ. നമ്മളെല്ലാത്തിനകത്തും നമ്മൾ നിർത്തിയിട്ടില്ല. നമ്മളൊരു സാമ്പിളിന് കുറച്ച് പ്ലാന്റുകളാണ് കായ്പിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഒടിച്ചു കളയുവാണ് ചെയ്തത്. ഈ പ്രാവശ്യം നമ്മൾ കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്തിരിക്കുന്ന റംബൂട്ടാൻ ഒരു 50 പ്ലാന്റ് ആണ് ഏകദേശം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ഇവിടെ ഒരു 6 റംബൂട്ടാൻ പ്ലാന്റ് മാത്രമാണ് ഈ പ്രായത്തിലുള്ളൂ. മറ്റതെല്ലാം 6 മാസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഈ അപ്പുറത്തെ സൈഡ് നമ്മൾ അവക്കാഡോയും നടുക്ക് സെൻട്രലായിട്ട് പേരമരവും കൂടി നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തത്. ചെറിയ മരമായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വലയിടാൻ എളുപ്പമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കമ്പൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ വലയിടുന്നത്. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈസി ആയിട്ട് വലയിടും. പഴയ വലയാണ്, നമ്മൾ അബിയു പ്ലാന്റിന് ഇട്ടുകൊണ്ടിരുന്ന വലയാണ്. സുനിൽ ഭായി, രണ്ട് പേര് വേണം കേട്ടോ വലയൊക്കെ ഇടുമ്പോൾ. 2 or 3 പേരൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ചെറിയ പ്ലാന്റുകളൊക്കെ 2 പേര് ധാരാളം മതി. കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ 1 or 2 റംബൂട്ടാൻ പ്ലാന്റ് എങ്കിലും നട്ടുപിടിപ്പിക്കുക. അതിനകത്ത് ഒന്നെങ്കിലും N18 പ്രിഫർ ചെയ്യുക. കൂടുതൽ ഫ്ലഷ് ഉള്ളതൊക്കെ N18 തന്നെയാണ്, അതൊന്ന് പ്രിഫർ ചെയ്യുക. അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് റംബൂട്ടാൻ പ്ലാന്റ്, നാടൻ റംബൂട്ടാൻ പ്ലാന്റ് ഉണ്ട്. നാടൻ റംബൂട്ടാൻ പ്ലാന്റിനെ കുരുവെടുത്ത് പാകിയിട്ട് നമ്മൾ ഇവിടെ ബഡ് ചെയ്ത തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഇവിടെ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റംബൂട്ടാൻ തൈകളാണ്. നമ്മുടെ നാടൻ റംബൂട്ടാനിൽ നിന്ന് വിത്ത് എടുത്തിട്ട് തൈ ഉണ്ടാക്കി അതിനകത്ത് ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റംബൂട്ടാൻ N18 പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ റംബൂട്ടാനെല്ലാം പറിക്കാറായിട്ടുണ്ട് കേട്ടോ. വലയിട്ടേർന്നെല്ലാം ഇവിടെ പറിക്കാൻ പാകമായി കിടക്കുവാണ്. ഇനി നമുക്ക് പറിച്ചെടുക്കാം ഈ ദിവസങ്ങളിൽ. നമ്മുടെ വീടുകളിൽ റംബൂട്ടാൻ പ്ലാന്റുകൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.